ഇതെങ്ങനെയാന്ന് അറിയണ്ടേ? പോയോ, കാണിച്ചു തരാം. വെൽക്കം ടു ദി തേർഡ് എപ്പിസോഡ് ഓഫ് ദി സീരീസ് ഷേപ്സ് ടു ലൈഫ്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഷേപ്പിന്റെ കോമ്പിനേഷനെ കുറിച്ചാണ്. അതായത് ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ 2D ഡ്രോയിങ് പഠിച്ചു, സെക്കൻഡ് എപ്പിസോഡിൽ 3D ഡ്രോയിങ് പഠിച്ചു. ഇനി നമ്മൾ ഈ 3D ആയിട്ടുള്ള ഓരോ ഒബ്ജക്ട്സിനെ നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് പുതിയ ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യും. അതായത് നമ്മുടെ വേൾഡിലുള്ള എല്ലാ സാധനങ്ങളും ഒരുപാട് 3D ഒബ്ജക്ട്സിന്റെ കോമ്പിനേഷൻസ് ആണ്. ഇതേപോലെ നമ്മൾ ഓരോ പിക്ചർ അല്ലെങ്കിൽ ഓരോ വസ്തുവിനെ കാണുമ്പോൾ അതിന്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ എന്താണെന്ന് നോക്കണം. ആ വാക്ക് ശ്രദ്ധിച്ചോ, സ്ട്രക്ചർ. അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് സ്ട്രക്ചറിനെ കുറിച്ചാണ്. നമ്മൾ ഇനി ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഷേപ്സ്, അതായത് സ്ഫിയർ, സിലിണ്ടർ, അതുപോലെ തന്നെ നമ്മുടെ ക്യൂബ്, ഇത് മൂന്നും വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു ഹ്യൂമൻ ബോഡിയിലെ ഭാഗങ്ങൾ എങ്ങനെ ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇത് ഞാൻ വരച്ച് കാണിക്കുന്നത്. ഇതിൽ നമ്മുടെ കഴുത്തിന്റെ ഭാഗം ഒക്കെ വരുന്നത് ഒരു സിലിണ്ടർ ആയിട്ടും, ഹെഡ് ഒരു സ്ഫിയർ, നമ്മുടെ ടോർസോ ഒരു ക്യൂബായിട്ടും, ഈ രീതിയിൽ നമ്മൾ വരച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ഭാഗങ്ങളും ഈസി ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് വരയ്ക്കാൻ പറ്റും. ബോഡി ജോയിൻസ് ഒക്കെ വരിക എപ്പോഴും ഒരു സ്ഫിയർ ആയിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ കൈ രണ്ട് ഭാഗമായിട്ട് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് രണ്ട് സിലിണ്ടേഴ്സ് ആയിരിക്കും. ഈ രണ്ട് സിലിണ്ടേഴ്സും രണ്ട് സ്ഫിയറും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഹാൻഡായി. ഇങ്ങനെയാണ് നമ്മളുടെ ബോഡിയിലെ ഓരോ പാർട്സ് നമ്മൾ കണക്ട് ചെയ്ത് വരച്ചു പോവുക. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഒരു പിക്ചർ ഞാൻ വരച്ചു, അത്യാവശ്യം ഡീറ്റെയിൽ കൊടുത്തു, പക്ഷെ ഒരു ജീവനില്ല. എന്തുകൊണ്ട് അതിനൊരു മൊത്തത്തിലൊരു ഫുൾ ആയിട്ടില്ല എന്ന് തോന്നാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം തന്നെ വരച്ചു തുടങ്ങുമ്പോൾ ആദ്യം തന്നെ ഡീറ്റെയിൽ കണ്ടിട്ട് തുടങ്ങരുത്, അതിൻ്റെ സ്ട്രക്ചർ കാണണം. ഇപ്പോൾ ഒരു ഹ്യൂമൻ ബോഡി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് ഈ ഷേപ്സ് ആയിട്ട് നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആദ്യം ഇതിനെ ഷേപ്സ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് കണ്ടതിന് ശേഷം മാത്രം എന്തായി കാണുക, ഇതിനെ പിന്നെ ഡീറ്റെയിൽ ചെയ്യാൻ നോക്കുക. ഇനി നമ്മളൊരു സ്ക്വയർ വെച്ചിട്ട് നമ്മളൊരു ഹാൻഡ് വരയ്ക്കാൻ പോവുകയാണ്. ഇതിലിപ്പോൾ നമുക്ക് ഈ സ്ക്വയർ വെച്ചിട്ട് തുടങ്ങുമ്പോൾ നേരെ താഴേക്ക് ഫിംഗേഴ്സിൻ്റെ ഒരു ബേസ് ആയിട്ടുള്ളൊരു ഒരു ഷേപ്സ് വരച്ചിടുക, അതും സ്ക്വയേഴ്സ് തന്നെ വരച്ചിടുക. അതിൻ്റെ താഴേക്കാണ് നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ബേസിക് ആയിട്ടുള്ള ഷേപ്പ് വരച്ചിട്ടു. ഇതിൻ്റെ മേലേക്കാണ് നമ്മൾ ഡീറ്റെയിൽ ചെയ്ത് കൊണ്ടുവരുന്നുള്ളൂ. ഈ ഡീറ്റെയിൽസ് ഏറ്റവും അവസാനത്തെ കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളൊരു സാധനം കാണുമ്പോൾ ആദ്യം കാണേണ്ടത് അതിൻ്റെ ഇന്നർ ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. അതിനുശേഷം നമ്മൾ അതിൻ്റെ മേലെ ഡീറ്റെയിൽസ് കൊടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് ഇപ്പോൾ ഷേപ്പിന്റെ കോമ്പിനേഷൻ ആയിരുന്നു. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് ഇനി ലൈൻ കൺട്രോൾസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചാലും വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ബൈ.